നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ മസാജ് സെന്ററിന്റെ നേരെ രാംസേനയുടെ ആക്രമണം. മംഗളൂരു BJKSRTCക്ക് സമീപമുള്ള മസാജ് സെന്ററിന്റെ നേരെയാണ് ആക്രമണം. മഞ്ചേശ്വരം ബായർ പദവിയിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് സർജൻ കായർകട്ടിൽ സന്ദർശനം നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ശ്രീകാന്താണ് സ്ഥലം സന്ദർശിച്ചത്. ആദൂർ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് ഭക്തജന പ്രവാഹം. ഒരേ സമയം 5 തെയ്യങ്ങൾ വരെ ക്ഷേത്രമുറ്റത്ത് നിറഞ്ഞാടി. തുളുനാടൻ കളരിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ പങ്കുവച്ച് കാഞ്ഞങ്ങാട് ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. 6 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിന് നാടകരാവുകൾ സമ്മാനിച്ച സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്ചർ നാടക മത്സരം സമാപിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് നഗരവികസന കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ പാത യാഥാർത്ഥ്യമാക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കൊളവയിൽ മുട്ടുന്തലക്കണ്ടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. മംഗളൂരുവിൽ മസാജ് സെന്ററിന്റെ നേരെ രാംസേനയുടെ ആക്രമണം. മംഗളൂരു BJKSRTCക്ക് സമീപമുള്ള മസാജ് സെന്ററിന്റെ നേരെയാണ് ആക്രമണം. പ്രസാദ് അത്താവറിന്റെ നേതൃത്വത്തിലുള്ള രാംസേന പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. മസാജ് സെന്ററിന്റെ മറവിൽ അനാശാസ്യമെന്നാരോപിച്ചായിരുന്നു ആക്രമണം. മസാജ് സെന്റർ അടിച്ചു തകർത്തു. മംഗളൂരു നഗരത്തിലുടനീളമുള്ള ഇത്തരം മസാജ് സെന്ററുകൾ അടിച്ചുപൂട്ടണമെന്ന് രാംസേന ആവശ്യപ്പെട്ടു. മംഗളൂരു BJKSRTCക്ക് സമീപമുള്ള മസാജ് സെന്ററിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പ്രസാദ് അത്താവറിന്റെ നേതൃത്വത്തിലുള്ള രാംസേന പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. മസാജ് സെന്ററിന്റെ മറവിൽ അനാശാസ്യമെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. മസാജ് സെന്റർ അടിച്ചു തകർത്തു. മംഗളൂരു നഗരത്തിലൂടെ നീളമുള്ള ഇത്തരം മസാജ് സെന്ററുകൾ അടച്ചുപൂട്ടണമെന്ന് രാംസേന ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ബായർ പദവിയിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് സർജൻ കായർകട്ടിൽ സന്ദർശനം നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ശ്രീകാന്താണ് സ്ഥലം സന്ദർശിച്ചത്. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T ഉത്തംദാസിന്റെ അപേക്ഷപ്രകാരമാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ശ്രീകാന്ത് സ്ഥലം സന്ദർശിച്ചത്. മുഹമ്മദ് ആസിഫിനെ അവശനിലയിൽ കാണപ്പെട്ട സ്ഥലം സർജൻ വിശദമായി പരിശോധിച്ചു. ഇവിടെ നിന്ന് നിർത്തിയിട്ട ലോറിയിലേക്കുള്ള ദൂരവും പരിശോധിച്ചു. ലോറിക്കകത്തും പരിശോധന നടത്തി. പരിശോധനയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കൂടുതൽ കാര്യം അറിയിക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥനോട് പരിയാരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനുവരി 15 രാത്രിയിലാണ് മുഹമ്മദ് ആസിഫിനെ കായർകട്ടയിൽ അവശനിലയിൽ കാണപ്പെട്ടത്. മരണത്തിൽ സംശയം ഉയർന്നതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നതും കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടതും. മരണത്തിൽ സംശയം ഉയർന്നതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നതും കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടതും. പരിയാരത്ത് നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇടുപ്പെല്ല് തകർന്നതാണ് മരണകാരണമെന്ന് വ്യക്തമായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കുന്നതിനാലാണ് പോലീസ് സർജൻ സംഭവസ്ഥലം നേരിട്ട് സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ആദൂർ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് ഭക്തജന പ്രവാഹം. ഒരേ സമയം 5 തെയ്യങ്ങൾ വരെ ക്ഷേത്രമുറ്റത്ത് നിറഞ്ഞാടി. വെള്ളിയാഴ്ച പെരുങ്കളിയാട്ടം സമാപിക്കും. ആദൂർ ഭഗവതി
ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുങ്കളിയാട്ട നഗരി സാക്ഷ്യം വഹിച്ചത് വൻ ജനത്തിരക്ക്. ഏറെ വ്യത്യസ്തമായ കാട്ടുകൊടന്ത, തൂവക്കാളി, തൂവക്കാരൻ, അസുരളൻ തെയ്യം, വെളുത്തഭൂതം, കല്ലങ്കര ചാമുണ്ടി, മാന്ത്രിക ഗുളികൻ, രക്തേശ്വരി, മേച്ചേരി ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ധൂമാവതി തെയ്യങ്ങൾ ഉൾപ്പെടെ 14 തെയ്യങ്ങൾ അരങ്ങിലെത്തി. ഒരേ സമയം 5 തെയ്യങ്ങൾ വരെ ക്ഷേത്രമുറ്റത്ത് കെട്ടിയാടി. വിവിധ കലാപരിപാടികളും പെരുങ്കളിയാട്ടത്തിന് കൊഴുപ്പേകി. ന്യൂസ് ബ്യൂറോ, ആദൂർ. തുളുനാടൻ കളരിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ പങ്കുവച്ച് കാഞ്ഞങ്ങാട് ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. ഉത്തര കേരളത്തിലെ കളരികളുടെ ചരിത്രവും കുമണാർ കളരിയും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കാലം മറന്ന തുളുനാടൻ കളരികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ വീണ്ടെടുത്താണ് കാഞ്ഞങ്ങാട് കുമണാർ കളരിയിൽ ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചത്. നീലേശ്വരം പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി ചരിത്രാവബോധം വളർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സെമിനാറുകൾ സംഘടിപ്പിച്ചത്. സെമിനാറുകളിൽ ആദ്യത്തെ ദേശീയ ചരിത്ര സെമിനാർ കേണമംഗലം കഴകവും കുമണാർ കളരിയും സംയുക്തമായി ചരിത്ര വിഭാഗം, പയ്യന്നൂർ കോളേജ് ചരിത്ര വിഭാഗം, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട് എന്നിവയുമായി സഹകരിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് കുമണാർ കളരിയിൽ വെച്ച് സംഘടിപ്പിച്ചത്. ഉത്തര കേരളത്തിലെ കളരികളുടെ ചരിത്രവും കുമണാർ കളരിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KV മുരളി ഉദ്ഘാടനം ചെയ്തു. പെരുങ്കളിയാട്ട ആഘോഷ കമ്മിറ്റി ചെയർമാനും ചരിത്രകാരനും നീലേശ്വരം നഗരസഭ മുൻ അധ്യക്ഷനുമായ പ്രൊഫസർ KP ജയരാജൻ അധ്യക്ഷത വഹിച്ചു. തുളുനാടൻ കളരികൾ ചരിത്രാവലോകനം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ C ബാലൻ മുഖ്യഭാഷണം നടത്തി. ഇതിങ്ങനെ ഒരു ഈ കാലദേശങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ തച്ചോളി യോജന എന്ന് പറയുന്ന മെഡിക്കൽ ഹീറോ ഈ പ്രദേശങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരുപാട് നമുക്ക് പരാമർശങ്ങൾ നമുക്ക് ലഭിക്കും. ഏതായാലും മധൂർ ഗുരുക്കളും എന്താ പറയുക പയ്യമ്പളി ചന്തുവും ഓദയനും ഇവിടെ വന്ന് പരിശീലനം നേടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു എന്താ പറയാ ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പരാമർശങ്ങൾ നമ്മുടെ മാമ്പഴി പാരമ്പര്യങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. വെറുതെ അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് തുളുനാടൻ കളരി ഓടങ്കര, വാടങ്കര, കുമ്മണാർ, കരിക്കളം എന്ന് പറയുന്ന തുളുനാടൻ കളരികളുടെ സാന്നിധ്യത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഇവിടെ കളരി ഏറ്റവും പ്രധാനപ്പെട്ട കളരികൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ദൃക്സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ഈ കളരിയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ കാര്യം സംസാരിക്കുന്നത് എന്നതാണ്. തദ്ദേശീയ വൈദ്യവും കളരി ചികിത്സ എന്ന ജ്ഞാനശാസ്ത്രവും എന്ന വിഷയത്തിൽ കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ സതീഷ് പാലക്കി, തുളുനാടിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക ചരിത്രത്തിൽ കളരികൾക്കുള്ള പ്രാധാന്യം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വടക്കൻ പാട്ടുകളിൽ ചരിത്രപ്രയോഗം പഠിപ്പിക്കുന്ന കളരികൾ എന്ന് പറയുമ്പോൾ തന്നെ തച്ചോളി ഒതേനനെ പോലെയുള്ള കളരിപ്പയറ്റിലെ നായകന്മാർ തുളുനാടൻ കളരിയിൽ പോയി അടവുകൾ പഠിച്ചതായി പറയുന്നുണ്ട്. ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് കളരി അഭ്യാസ രംഗത്തെ ഉന്നത പഠന സ്ഥാപനങ്ങളായിരുന്നു തുളുനാടൻ കളരികൾ എന്നാണ് സെമിനാറിൽ അഭിപ്രായപ്പെട്ടു. കുമണാർ കളരി ഉൾപ്പെടെയുള്ള തുളുനാടൻ കളരികളിൽ അഭ്യസിച്ച യോദ്ധാക്കളെ നാട്ടുരാജാക്കന്മാരായും കച്ചവട സംഘങ്ങളും അംഗരക്ഷകരായി നിയമിക്കാൻ കാരണം പ്രദേശത്തിന്റെ സാമ്പത്തികപരമായ പ്രാധാന്യമാണ്. കാസർഗോഡ് ജില്ലയിലെ 28ഓളം വരുന്ന കോട്ടകളും വെറ്റില, പുകയില പോലെയുള്ളവയുടെ വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷിയും ഏലം പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയും സൂചിപ്പിക്കുന്നത് കാസർഗോഡിന്റെ സമ്പന്നമായൊരു കാലഘട്ടത്തെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നാടിന്റെ സംരക്ഷകരെ വാർത്തെടുത്തിരുന്നവരാണ് തുളുനാടൻ കളരികൾ. ഈ ഒരു ആവശ്യകത കൊണ്ടാണ് നിരവധി കളരികൾ ജില്ലയിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. നെഹ്റു കോളേജ് ചരിത്ര വിഭാഗം മേധാവി CP രാജീവൻ സ്വാഗതവും KV ബാബു നന്ദിയും പറഞ്ഞു.
കുരിക്കൽ നാരായണൻ, കെ വി ഗോപാലൻ, കെ വേണുഗോപാലൻ, കെ വി ജയൻ, പി രമേശൻ, പി കുഞ്ഞികൃഷ്ണൻ, പി രമേഷ് കുമാർ, പി ഗോപികൃഷ്ണൻ, ജയൻ വെള്ളിക്കോത്ത് എന്നിവർ സംസാരിച്ചു. കുമണാർ കളരിയിലെ മുത്തച്ഛൻ, ഇളയച്ചൻ, മൂത്തമ്മ, ഇളയമ്മ എന്നിവർ ചേർന്ന് ദീപപ്രജ്വലനം നടത്തി. 6 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിന് നാടകരാവുകൾ സമ്മാനിച്ച സംഗീത അക്കാദമി ഉത്തരമേഖല അമേച്ചർ നാടക മത്സരം സമാപിച്ചു. കണ്ണൂർ വിളയാങ്കോട് പെരിയാട്ട് സംഗമം കലാഭവൻ അവതരിപ്പിച്ച പെരടിയിലെ രാപ്പകലുകൾ, മാഹി നാടകപ്പുര അവതരിപ്പിച്ച ഒരു പലസ്തീൻ കോമാളി എന്നീ 2 നാടകങ്ങൾ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന അമേച്ചർ നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 6 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിന് നാടകരാവുകൾ സമ്മാനിച്ച സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്ചൂർ നാടക മത്സരം സമാപിച്ചു. കണ്ണൂർ വിളയാങ്കോട് പെരിയാട്ട് സംഗമം കലാഭവൻ അവതരിപ്പിച്ച പെരടിയിലെ രാപ്പകലുകൾ, മാഹി നാടകപ്പുര അവതരിപ്പിച്ച ഒരു പാലസ്തീൻ കോമാളി എന്നീ 2 നാടകങ്ങൾ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന അമേച്ചൂർ നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. നടക്കാവ് നെരൂദ തിയേറ്റേഴ്സിന്റെ സഹകരണത്തോടെ കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച ഉത്തരമേഖല അമേച്ചൂർ നാടക മത്സരം സമാപിച്ചു. മത്സര നാടകങ്ങൾ കാണുന്നതിനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ 100 കണക്കിന് നാടക പ്രവർത്തകരും നാടകാസ്വാദകരും നടക്കാവിലെ തുറന്ന അരങ്ങിൽ എത്തി. പ്രദീപ് മണ്ടൂർ രചനയും പ്രേമൻ മുച്ചുകുന്ന് സംവിധാനവും നിർവഹിച്ച നാടകമാണ് പെരടിയിലെ രാപ്പകലുകൾ. ഗിരീഷ് ഗ്രാമികയുടെ രചനയിലും സംവിധാനത്തിലുമാണ് ഒരു പലസ്തീൻ കോമാളി അരങ്ങിലെത്തിയത്. നാടകദീപ സംവിധായകൻ ഗോപിനാഥ് കോഴിക്കോട്, നാടക സിനിമാ അഭിനേതാക്കളായ ബാബു അന്നൂർ, സന്തോഷ് കീഴാറ്റൂർ എന്നിവർ ഉൾപ്പെടുന്ന ജൂറിയാണ് വിധി നിർണയം നടത്തിയത്. കേരളത്തിലെ 3 മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന 6 നാടകങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാന അമേച്ചൂർ നാടക മത്സരം ഫെബ്രുവരി 16 മുതൽ 21 വരെ തൃശൂരിൽ അക്കാദമി ക്യാമ്പസിലാണ് നടക്കുക. കേരള സംഗീത നാടക അക്കാദമി നടക്കാവിൽ സംഘടിപ്പിച്ച ഉത്തരമേഖല അമേച്ചൂർ നാടക മത്സരത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സന്തോഷ് കീഴാറ്റൂർ നിർവഹിച്ചു. നാടകം കളിച്ചുകൊണ്ടിരിക്കുക എന്നത് കലയെ സ്നേഹിക്കുന്ന നാടിന്റെയും നാട്ടുകാരുടെയും കടമയായി കാണുന്ന കാലമാണ് ആഗ്രഹിച്ചു പോരുന്നതെന്ന് സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. ഈ നാടക മത്സരം വളരെ സ്നേഹത്തോടുകൂടി ഇത് ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന നടക്കാവ് നിരൂപതയുടെ പ്രവർത്തകർ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ബാലഗോപാല മാഷി ഇതിനെ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു നാടക മത്സരം ഇന്നത്തെ കാലത്ത് ഈ ഒരു കാലത്ത് ഒരു നാടക മത്സരം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദുഷ്കരമായൊരു പ്രവൃത്തി തന്നെയാണ്. അത് വളരെ കാരണം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ നാടക മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ 1500-ലധികം ആൾക്കാർ ഒരു ദിവസം നാടകം കാണാൻ വരുന്നു. വളരെ നിശബ്ദമായിരുന്ന് നാടകം കാണുന്നു. അവർ വരുന്നതും പോകുന്നത് പോലും അറിയാതെ ഇത്രയും അച്ചടക്കത്തോടു കൂടി ഈ നാടക മത്സരം എത്രയും വൻ വിജയമാക്കി തീർത്ത് അതിന് മുൻകൈ എടുത്ത നടക്കാവ് നിരൂപതയുടെ മുഴുവൻ പ്രവർത്തകരെയും കേരള സംഗീത നാടക അക്കാദമിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സംഗീത നാടക അക്കാദമി പ്രോഗ്രാം ഓഫീസർ വി കെ അനിൽകുമാർ, പി സനൽ, എൻ കെ ജയദീപ്, കെ രമണി, കെ ഷാജി എന്നിവർ സംസാരിച്ചു. സമാപന ദിവസം തൃശൂർ അമ്മ കലാക്ഷേത്രയുടെ മലമകൻ നാടകം അരങ്ങേറി. നാടക മത്സരത്തിൽ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ നാടകങ്ങളെക്കുറിച്ചും ആസ്വാദകരുടെ നേതൃത്വത്തിൽ നാടക ചർച്ചയും നടത്തി. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ഓഫീസ് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന് പിറകുവശത്തുള്ള റിവേര കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തീർച്ചയായിട്ടും ഈ മേഖല ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ഇത് തുടങ്ങിയതോടുകൂടി നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് AKP എന്ന പ്രസ്ഥാനത്തിൽ ഒരുപാട് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ഓഫീസായിരിക്കും തീർച്ചയായും കാഞ്ഞങ്ങാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസ്. തീർച്ചയായും നമ്മളൊക്കെ പല കമ്മിറ്റി യോഗങ്ങളിലും അതുപോലെ മറ്റു ഒരുപാട് സംഘടനയുടെ പല പ്രവർത്തനങ്ങൾക്കും രൂപരേഖ തയ്യാറാക്കാൻ വേണ്ടി ഏറ്റവും നമ്മൾ ഉപയോഗിച്ച ഒരു ഓഫീസായിരുന്നു ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സംഘടന ഈ ഓഫീസിന്റെ പ്രവർത്തനത്തിൽ ഈ ഓഫീസ് നമുക്ക് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം സംഘടനയെ സംബന്ധിച്ചിടത്തോളം പല നേട്ടങ്ങളും നമ്മുടെ സംഘടനയ്ക്ക് തീർച്ചയായും ഈ ഓഫീസ് നമുക്ക് ഉണ്ടായതിനു ശേഷം തീർച്ചയായും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് രമേശൻ മാവുങ്കാൽ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച്
സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഹരീഷ് പാലക്കുന്ന്, വനിതാ വിംഗ് കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രശാന്ത് തൈക്കടപ്പുറം എന്നിവരെ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ഇരിയ, ജില്ലാ സെക്രട്ടറി VN രാജേന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PV വേണു, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ NK പ്രജിത്ത്, K സുധീർ, ജില്ലാ വെൽഫെയർ കോർഡിനേറ്റർ BA ഷെരീഫ്, കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് V കുഞ്ഞുണ്ണി, ഉദുമ യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് പള്ളിക്കര, കാഞ്ഞങ്ങാട് നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് മാട്ടുമൽ, മാവുങ്കാൽ യൂണിറ്റ് സെക്രട്ടറി ജിതീഷ് രാംനഗർ എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി P സുരേഷ് സ്വാഗതവും ട്രഷറർ K പ്രജീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊളവയിൽ മുട്ടുന്തലക്കണ്ടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് തുടക്കമായി. കൊളവയിൽ മുട്ടുന്തലക്കണ്ടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് തുടക്കമായി. മാതൃസമിതിയുടെ മെഗാ തിരുവാതിരയും മടപ്പുര പരിധിയിലെ ക്ലബ്ബുകളിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച നൃത്യങ്ങളും ശ്രദ്ധേയമായി. തുടർന്ന് മധു പേടകത്തിന്റെ മരണമൊഴി എന്ന ഏകപാത്ര നാടകവും അരങ്ങേറി. 24-ന് പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകും. ഉച്ചയ്ക്ക് അന്നദാനവും വൈകുന്നേരം ദൈവത്തെ മലകയറ്റുന്നതോടുകൂടി ഉത്സവത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി
ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. വാർത്തകൾ തുടരുന്നു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുതായി ചുമതലയേറ്റ മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് ജി ലീലാകൃഷ്ണന് സ്വീകരണം നൽകി. കേന്ദ്ര സംസ്ഥാന CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അടൂട്ട് സ്ഥാപിച്ച പ്രചരണക്കൂടിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നു. CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. അടൂട്ട് CPIM 1ഉം 2ഉം ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്രചരണക്കൂടിൽ ഏറെ ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് പ്രചരണക്കൂടിൽ നിർമ്മിച്ചത്. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ലോക്കൽ സെക്രട്ടറി VV തുളസി അധ്യക്ഷത വഹിച്ചു. K സബീഷ്, AV സഞ്ജയൻ, VV കുഞ്ഞിക്കണ്ണൻ, നിശാന്ത് അടോട്ട്, അജയൻ അടോട്ട്, KV കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ്. സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജില്ലയിലും കാഞ്ഞങ്ങാട് ഏരിയയുടെ വിവിധ ഭാഗങ്ങളിലും നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അജാനൂർ ലോക്കലിലെ അടൂട്ട് 1, 2 ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ പ്രചരണ കുടിൽ ഏറ്റവും ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. മൂലക്കണ്ടം മടിയൻ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കും വാഹനയാത്രക്കാർക്കും പ്രചരണക്കുടിൽ ഏറെ കൗതുകം ജനിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പൂക്കുഞ്ഞ സാഹിബ് കൃഷ്ണൻ കക്കാണത്ത് അനുസ്മരണം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൂക്കുഞ്ഞ് സാഹിബ് കൃഷ്ണൻ കക്കാണത്ത് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിലൂടെ രൂപം കൊണ്ട മതത്തിന് ലോകത്ത് വലിയ സ്വീകാര്യത കിട്ടി എന്നതിന് തുല്യമായിരുന്നു ശ്രീ പൂക്കുഞ്ഞ് സാഹിബിന്റെ ജീവിതം. അദ്ദേഹത്തെ ബോയ്സ് ഹൈസ്കൂളിൽ പഠിപ്പിച്ച മജീദ് സാബ് എന്നൊരു സാറുണ്ടായി. ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. ഞാൻ 1987 ഏകോപന സമിതിയുടെ ചാലക്കുടി യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞാൻ മജീദ് സാറിനെ കാണാൻ എൻ്റെ ബന്ധു കൂടിയാണ്. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞതാണ്, പൂക്കുഞ്ഞ് സാഹിബ് ഇന്ന് ഈ ജില്ലയിലില്ല, കണ്ണൂർ ജില്ലയിലാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വളരെ പ്രത്യേകതയുള്ള, വളരെ വ്യത്യസ്തനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. കായംകുളം ബോയ്സ് ഹൈസ്കൂളാണ് അദ്ദേഹം പഠിച്ചത്. ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ദേവരാജൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാപ്പു ഹാജി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് ആസിഫ് CK, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹംസ പാലക്കി, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് രേഖ മോഹൻദാസ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് K സത്യകുമാർ, ഉമേഷ് കാമത്ത്, അബ്ദുൽ ഖാദർ ഹാജി, ഗോകുൽദാസ് കാമത്ത്, C യൂസഫ് ഹാജി,
മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ സജി സ്വാഗതവും സീനിയർ വൈസ് പ്രസിഡന്റ് പി മുസ്തഫ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഫെബ്രുവരി 19, 20 തീയതികളിൽ നടക്കുന്ന വഴിയോര കച്ചവട തൊഴിലാളികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെയും രാപ്പകൽ ധർമ്മയുടെയും മുന്നോടിയായി ജില്ലാ വാഹന പ്രചരണ ജാഥ നടത്തി. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ജാഥ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. ഫെബ്രുവരി 19, 20 തീയതികളിൽ നടക്കുന്ന വഴിയോര കച്ചവട തൊഴിലാളികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെയും രാപ്പകൽ ധർണയുടെയും മുന്നോടിയായി ജില്ലാ വാഹന പ്രചരണ ജാഥ നടത്തി. മഞ്ചേശ്വരം ഹോസങ്കടിയിൽ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഡി കമലാക്ഷ അധ്യക്ഷനായി. പ്രശാന്ത് കനില സ്വാഗതം പറഞ്ഞു. ഹൊസങ്കടിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കുമ്പള, കാസർഗോഡ്, പാലക്കുന്ന്, പള്ളിക്കര, പെരിയ, ചെറുവത്തൂർ, നീലേശ്വരം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. സമാപന ചടങ്ങ് CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രക്ഷോഭങ്ങൾ തുടങ്ങാൻ എല്ലാ തൊഴിൽ മേഖലകളെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തിനകത്ത് ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന നിയമങ്ങളുടെ ഭാഗമായിക്കൊണ്ട് വല്ലാത്ത നിലയിലേക്കുള്ള അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടു പോകുന്നു. തൊഴിലാളികളുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാട് രാജ്യത്തെ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. രാജ്യത്തെ ഗവൺമെന്റിന്റെ താല്പര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കും സമ്പന്നന്മാർക്കും വേണ്ടി, വൻകിടക്കാർക്കും വേണ്ടി, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിന്റെ കേന്ദ്രമായി ദൗർഭാഗ്യവശാൽ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രം ഇന്ത്യയുടെ പാർലമെന്റ് ഉൾപ്പെടെ മാറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയാണ്. KV രാഘവൻ അധ്യക്ഷനായി. കാറ്റാടി കുമാരൻ, ജാഥ ലീഡർ MR ദിനേശൻ, ജാഥ മാനേജർ ഇബ്രാഹിം, A നാരായണൻ എന്നിവർ സംസാരിച്ചു. P നാരായണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്.
സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെക്കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങായി 13 വർഷം പിന്നിടുന്ന ചെറുവത്തൂർ യൂണിറ്റി കൈതക്കോട് നോവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വത്തിൽ പുതുവർഷത്തിൽ രോഗി ബന്ധു സംഗമം നടത്തും. വീടുകളിലെ അകത്തളങ്ങളിൽ കഴിയുന്ന പാലിയേറ്റീവ് രോഗികളെയും അവരുടെ സഹായികളെയും പങ്കെടുപ്പിച്ച് കൈതക്കോട് ഷറഫ് കോളേജ് അങ്കണത്തിൽ ജനുവരി 25 ശനിയാഴ്ച പകൽ മുഴുവൻ നീളുന്നതാണ് സംഗമം. ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങായി 13 വർഷം പിന്നിടുന്ന ചെറുവത്തൂർ യൂണിറ്റി കൈതക്കാട് നോവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വത്തിൽ പുതുവർഷത്തിൽ രോഗി ബന്ധു സംഗമം നടത്തും. വീടുകളിലെ അകത്തളങ്ങളിൽ കഴിയുന്ന പാലിയേറ്റീവ് രോഗികളെയും അവരുടെ സഹായികളെയും പങ്കെടുപ്പിച്ച് കൈതക്കാട് ഷറഫ് കോളേജ് അങ്കണത്തിൽ ജനുവരി 25 ശനിയാഴ്ച പകൽ മുഴുവൻ നീളുന്നതാണ് സംഗമം. പുതുതലമുറയ്ക്ക് മാതൃകയായി യൂണിറ്റി കൈതക്കാട് ക്ലബ്ബിലെ യുവജനങ്ങൾ മുഖ്യ നേതൃത്വം വഹിച്ചാണ് രോഗി ബന്ധു സംഗമം നടത്തുന്നത്. ചെറുവത്തൂരിലെയും പരിസരത്തെ 5 തദ്ദേശ സ്ഥാപന പരിധിയിലെയും 150 കിടപ്പ് രോഗികൾ ഉൾപ്പെടെ 800-ൽ പരം പേർ സംഗമത്തിൽ പങ്കെടുക്കും. ഇഷ്ടമുള്ളത് പറയാനും രുചിയേറിയത് കഴിക്കാനും സഹജീവികളുമായി സൗഹൃദം പങ്കുവയ്ക്കാനുമായി സൗകര്യമൊരുക്കിയതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയ ഒരു ക്ലബ്ബാണ്. അതിൻ്റെ കീഴിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് മേഖലകൾ, ഗ്രന്ഥാലയം പോലുള്ള സാംസ്കാരിക സംഘടന, അതുപോലെ നോവ് പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അത്യുന്നതമായ ഒരു മേഖലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പഞ്ചായത്തിൽ കിടപ്പ് രോഗികളും അതുപോലെ തന്നെ ചികിത്സാ ആവശ്യകരണം, സ്വാതന്ത്ര്യം എന്നുള്ള മേഖലയിൽ അവർക്ക് ആവശ്യപ്പെട്ട എക്യുപ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കുന്ന നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് നോവ് പാലിയേറ്റീവ്. നൗഷാദിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ നോവ് എന്നുള്ള 3 അക്ഷരത്തിൽ തുടങ്ങിയ ഈ പാലിയേറ്റീവ് 8-9 വർഷമായിട്ട് ഇപ്പോൾ വളരെ ഭംഗിയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കിടപ്പ് രോഗികളും അതുപോലെ തന്നെ പാരാപ്ലീജിയ രോഗികളുടെ അരക്കെട്ടിന് താഴെ സ്വാധീനമില്ലാത്തവരൊക്കെ ഒരുമിച്ച് ഒരു വേദിയിൽ കൊണ്ടുവന്നവർക്ക് ഒരു ദിവസം അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു വകുപ്പാണ് നമ്മൾ ഈ ഷറഫ് കോളേജിൽ കേൾക്കുന്നത്. നമ്മൾ ഈ തീരുമാനം 25-ാം തീയതി പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. നോവ് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വത്തിൽ ആഴ്ചയിൽ 2 തവണ ഹോം കെയർ നൽകുന്നതിന് 30 വനിതാ വളണ്ടിയർമാരാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ജനുവരി 25 രാവിലെ 9:30 നടക്കുന്ന രോഗി ബന്ധു സംഗമത്തിൽ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ, കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത്, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ അമർഷാൻ തലശ്ശേരി തുടങ്ങിയവർ പങ്കെടുക്കും. പങ്കെടുക്കുന്ന രോഗികൾക്കെല്ലാം സമ്മാനങ്ങൾ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ EK മജീദ് മാസ്റ്റർ, TKC അബ്ദുൽ ഖാദർ ഹാജി, VK റിയാസ്, TKC ജാബിർ, VK അസീസ്, EK മുഹമ്മദ് അസ്ലം, SV കരീം ഹാജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് നഗരവികസന കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ പാത യാഥാർത്ഥ്യമാക്കാൻ 25-ന് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
കാഞ്ഞങ്ങാട് നഗരവികസന കർമ്മസമിതി കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ പാത യാഥാർത്ഥ്യമാക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. ജനുവരി 25 ശനിയാഴ്ച രാവിലെ 11 മണിക്കാണ് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിക്കും. CK ആസിഫ് സ്വാഗതം പറയും. കർണാടക ഗവൺമെൻറ് കൂടി പകുതി ചെലവ് റെയിൽവേക്ക് നൽകാം എന്ന് ഇതിന് സമ്മതമാണ്. ഈ പാത അഴിക്കുന്നത് കർണാടകത്തിൽ പോകുന്നതിനുള്ള സ്ഥലമനുസരിച്ച് അതിനുള്ള സമ്മതി പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു സംഗതി. 10 വർഷത്തിന് മുമ്പ് ഇതിൻ്റെ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ 1300 കോടി രൂപ കെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഇ ചന്ദ്രശേഖരൻ MLA, CH കുഞ്ഞമ്പു MLA, M രാജഗോപാലൻ MLA, NA നെല്ലിക്കുന്ന് MLA, AKM അഷ്റഫ്, ഭാഗീരഥി മാരുല്യ, ബേബി ബാലകൃഷ്ണൻ, K മണികണ്ഠൻ, M ലക്ഷ്മി, KV സുജാത, T ശോഭ, ശ്രീജ മനോജ്, TK നാരായണൻ തുടങ്ങി നിരവധി പേർ ജനകീയ കൂട്ടായ്മയിൽ പങ്കാളികളാവും. വാർത്താ സമ്മേളനത്തിൽ CK ആസിഫ്, അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, C യൂസഫ് ഹാജി, മുഹമ്മദ് അസ്ലം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഉദുമ ഏരിയ കമ്മിറ്റി ബഹുജന സെമിനാർ സംഘടിപ്പിച്ചു. ഭാവി സോഷ്യലിസത്തിന്റേത് എന്ന വിഷയത്തിലുള്ള സെമിനാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഉദുമ ഏരിയ കമ്മിറ്റി പെരിയാട്ടടുക്കത്ത് ബഹുജന സെമിനാർ സംഘടിപ്പിച്ചത്. ഭാവി സോഷ്യലിസത്തിന്റേത് എന്ന വിഷയത്തിലുള്ള സെമിനാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. നിലവാരമുള്ള സൗകര്യങ്ങളുള്ള ലോകപ്രശസ്തമായ സ്കൂളുകൾ അമേരിക്കയിലുണ്ട്. എന്നാൽ അമേരിക്കയിലെ എല്ലാ കുഞ്ഞുങ്ങളും പള്ളിക്കൂടങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ സ്കൂളിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ട, സ്കൂളിൽ പോകാത്ത, പാഠപുസ്തകങ്ങളുടെ അക്ഷരങ്ങളുടെ ലോകമന്യമായ തെരുവിലലയുന്ന കുഞ്ഞുങ്ങളെ, അനാഥ കുട്ടികളെ ഒക്കെ അമേരിക്കയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്കൂളിൽ പോകാത്ത കുട്ടികൾ. എന്നാൽ കേരളത്തിൽ സ്കൂളിൽ പോകാത്ത ഒരൊറ്റ കുട്ടിയെ കാണാൻ പറ്റില്ല. 5 വയസ്സാണ്. ഇപ്പൊ 5 വയസ്സാവുണ്ട്. അതിന് മുൻപ് UKG, LKG, pre-KG. 5 വയസ്സായാലും എന്തായാലും സ്കൂളിൽ പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തുടർന്ന് കലാസന്ധ്യയും അരവത്ത് യുവശക്തിയുടെ ജയഭാരതി ടൈലേഴ്സ് തെരുവു നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 3 പതിറ്റാണ്ടിലധികമായി മതവിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന തൃക്കരിപ്പൂർ അൽ മുജമ്മാഉൽ ഇസ്ലാമി 33ാമത് വാർഷികാഘോഷ ഭാഗമായി ഒരുക്കിയ സ്നേഹവിരുന്നിൽ 33 തരം അപ്പത്തരങ്ങൾ വിളമ്പി. ഉദിനൂർ സുന്നി സെന്റർ കൂട്ടായ്മയിലെ വനിതകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വിവിധ തരം അപ്പങ്ങളാണ് സ്നേഹവിരുന്നിൽ പങ്കിട്ടത്. 3 പതിറ്റാണ്ടിലധികമായി മതവിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന തൃക്കരിപ്പൂർ അൽ മുജമ്മ ഉൽ ഇസ്ലാമി 33ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ സ്നേഹവിരുന്നിൽ 33 തരം അപ്പത്തരങ്ങൾ വിളമ്പി. ഉദിനൂർ സുന്നി സെന്റർ കൂട്ടായ്മയിലെ വനിതകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വിവിധ തരം അപ്പങ്ങളാണ് സ്നേഹവിരുന്നിൽ പങ്കിട്ടത്. ജനുവരി 24, 25 തീയതികളിൽ വിപുലമായി നടക്കുന്ന മുജമ്മാഉൽ ഇസ്ലാമി 33ാമത് വാർഷികാഘോഷത്തിന് മുന്നോടിയായാണ് അപ്പങ്ങളെമ്പാടും എന്ന പേരിൽ സ്നേഹവിരുന്ന് മുജമ്മ ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഒരുക്കിയത്. ഉണ്ടംപൊരി മുതൽ ചട്ടിപ്പത്തിരിയും വിവിധ തരം കുംസും ഉൾപ്പെടെ 33 ഇനങ്ങളിലുള്ള പലഹാരങ്ങളാണ് ഉദിനൂർ സുന്നി സെന്റർ കൂട്ടായ്മയിലെ വനിതകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി സ്നേഹവിരുന്നിനായി എത്തിച്ചത്. KP സ്വാദിഖ് ഹസനി ഉദ്ഘാടനം ചെയ്തു. പെങ്ങന്മാർ, ഭാര്യമാർ, പെൺമക്കൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഭക്ഷണം കഴിച്ച് അതിങ്ങനെ മൊബൈൽ സ്ക്രീനിൽ നോക്കി തിന്നെണീച്ചു പോകുമ്പോൾ സ്ത്രീകളുടെ മനസ്സ് നോക്കുന്നുണ്ടാവും. അതേ സമയത്ത് അവരുണ്ടാക്കി തരുന്ന ഭക്ഷണം വളരെ സന്തോഷത്തോടെ വിസ്മയിച്ചൊല്ലി ആത്മാർത്ഥമായി തിന്ന് നമ്മുടെ മുഖത്തുള്ള ആ സന്തോഷം, അതിന്റെ ആ ആസ്വാദനം സ്ത്രീകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നതോടൊപ്പം ഒരു അപ്രീസിയേഷൻ കൂടി നമ്മുടെ ഉമ്മക്ക്, നമ്മുടെ പെങ്ങൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി അവർ അടുത്ത സ്റ്റെപ്പിൽ ഒന്നും കൂടി ഉഷാറാക്കുകയാണ്. അല്ലാതെ തുറന്നെഴുന്നേറ്റ് പാത്രാടിയിട്ട് പോയി ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നില്ല. നല്ല അഭിപ്രായങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുന്നവരോട് പറയണം എന്നുള്ളത് ഒരു ഭക്ഷണത്തിന്റെ ഒരു മര്യാദയാണ്, ഒരു നന്ദിയാണ്.
സയ്യിദ് തൊയ്യബുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. AB അബ്ദുള്ള മാസ്റ്റർ, VN ഹുസൈൻ ഹാജി, നാസർ നങ്ങാരത്ത്, MP സാലി മാസ്റ്റർ, അബ്ദുൾ ജലീൽ സഖാഫി, അബ്ദുൾ റസാഖ് പുഴക്കര, MTP അബൂബക്കർ മൗലവി, NE അബൂബക്കർ മൗലവി, TC ഇസ്മായിൽ, ജാബിർ സഖാഫി എന്നിവർ സംസാരിച്ചു. സ്നേഹവിരുന്നിൽ സമൂഹത്തിലെ നാനാതുറയിലുള്ളവർ പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി CPM. കോളിച്ചാൽ CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പനത്തടി ഏരിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെ കോളിച്ചാൽ ലോക്കൽ കമ്മിറ്റി ചെറുപനത്തടിയിലെ അക്ഷയരത്നന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു. നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി CPM. കോളിച്ചാൽ CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പനത്തടി ഏരിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെ കോളിച്ചാൽ ലോക്കൽ കമ്മിറ്റി ചെറുപനത്തടിയിലെ അക്ഷയരത്നന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ അതിദരിദ്രരെ കണ്ടെത്തിക്കൊണ്ട് വീട് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് കഴിഞ്ഞ തൃശ്ശൂർ സമ്മേളനത്തിൽ വെച്ച് ഇതിനു മുമ്പ് ചേർന്നിട്ടുള്ള ഒരു പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള തൃശ്ശൂർ സമ്മേളനത്തിൽ വെച്ച് പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്, നമ്മൾ ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിതാന്തമായി പ്രക്ഷോഭ സമരങ്ങളും മറ്റും നടത്തുന്ന പാർട്ടിയാണ്. ജനങ്ങളുടെ ജീവിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ താക്കോൽദാനം നിർവഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സാബു എബ്രഹാം, MV കൃഷ്ണൻ, ഒക്ലാവ് കൃഷ്ണൻ, MC മാധവൻ, ഷാലു മാത്യു, ജയചന്ദ്രൻ, ദിലീപ് മാസ്റ്റർ, P തമ്പാൻ, ജിനോ ജോൺ, U ഉണ്ണികൃഷ്ണൻ, PM കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി T വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. KP സുരേഷ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോളിച്ചാൽ. ജനുവരി 25, 26 തീയതികളിൽ നടക്കുന്ന പെരിയ SN ഫെസ്റ്റ് 25ന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ജനുവരി 25, 26 തീയതികളിലാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് SN കോളേജ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ന് എക്സിബിഷനും 26 കലാമത്സരങ്ങളും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉദയപുരം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി. ജനുവരി 23, 24, 25 തീയതികളിലാണ് മഹോത്സവം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദയപുരം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. ജനുവരി 23 മുതൽ 25 വരെ തീയതികളിലാണ് മഹോത്സവം നടക്കുന്നത്. 24 രാവിലെ 5 മണിക്ക് നട തുറക്കൽ, 6 മണിക്ക് ഗണപതി ഹോമം, 7:30 ഉഷപൂജ, വൈകുന്നേരം 6 മണിക്ക് എരുമക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിൽ നിന്നും താലപ്പൊലിയേന്തിയ ബാലകമാർ, മുത്തുകുടകൾ, വിവിധ വാദ്യമേളങ്ങൾ, ദൃശ്യാവിഷ്കാരങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി വർണ്ണശബളമായ ഘോഷയാത്ര. ഉദയപുരം ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവം ഈ വരുന്ന 23, 24, 25 തീയതികളിൽ ബ്രഹ്മശ്രീ ഇരവിൽ കേശവതന്ത്രികളുടെ മഹനീയ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ 23 രാവിലെ ഗണപതി ഹോമത്തോടു കൂടി ആരംഭിക്കുന്ന ആഘോഷം. 25 രാവിലെ 5 മണിക്ക് നട തുറക്കൽ, 6 മണിക്ക് ഗണപതി ഹോമം, വൈകുന്നേരം 6 മണിക്ക് തായമ്പക, 7:30 ശാസ്ത്രീയ നൃത്തവിരുന്ന്, 8 മണിക്ക് അത്താഴപൂജ, 8:30 മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര രക്ഷാധികാരികളായ NP ബാലസുബ്രഹ്മണ്യൻ, ഗോപാലൻ വാഴവളപ്പ്, ക്ഷേത്രം പ്രസിഡന്റ് K ദാമോദരൻ നായർ കണ്ടത്തിൽ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ V കുഞ്ഞമ്പു, ക്ഷേത്രം സെക്രട്ടറി KV ബൈജു എന്നിവർ
വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിൽ മസാജ് സെന്ററിന്റെ നേരെ രാംസേനയുടെ ആക്രമണം. മംഗളൂരു BJKSRTCക്ക് സമീപമുള്ള മസാജ് സെന്ററിന്റെ നേരെയാണ് ആക്രമണം. മഞ്ചേശ്വരം ബായർ പദവിയിലെ ടിപ്പർ ലോറി ഡ്രൈവർ മുഹമ്മദ് ആസിഫിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് സർജൻ കായർകട്ടിൽ സന്ദർശനം നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ശ്രീകാന്താണ് സ്ഥലം സന്ദർശിച്ചത്. ആദൂർ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന് ഭക്തജന പ്രവാഹം. ഒരേ സമയം 5 തെയ്യങ്ങൾ വരെ ക്ഷേത്രമുറ്റത്ത് നിറഞ്ഞാടി. തുളുനാടൻ കളരിയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ പങ്കുവച്ച് കാഞ്ഞങ്ങാട് ദേശീയ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു. 6 ദിവസങ്ങളിലായി തൃക്കരിപ്പൂർ നടക്കാവിന് നാടകരാവുകൾ സമ്മാനിച്ച സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്ചർ നാടക മത്സരം സമാപിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് നഗരവികസന കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ പാത യാഥാർത്ഥ്യമാക്കാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കൊളവയിൽ മുട്ടുന്തലക്കണ്ടി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.